ഈ അർജൻറ്റീന എന്ന് പറയുമ്പോൾ അത് മിഷിഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മെസ്സിയെ അങ്ങ് വല്ലാതെ നമ്മളെല്ലാവരും പ്രണയിക്കുന്നവരാണ്, പ്രണയിക്കാത്തവരുമുണ്ട്. എന്തായാലും ഇതാ ഇപ്പോൾ ഈ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള സണ്ണി എന്ന് പറയുന്ന ഷാജി, രണ്ട് പേരിലും അദ്ദേഹം അറിയപ്പെടും. ഇപ്പോൾ നമ്മുടെ ഫിദോസ് എന്ന് പറയുന്ന കുണ്ട്രയിലുള്ള ആ ബ്യൂട്ടി പാർലറിലാണ് ഇപ്പോൾ ഈ ഷാജിക്ക് വേണ്ടിയുള്ള ഈ കളറിങ് നടക്കുന്നത്. ഇത് ഏതാണ്ട് 16 മണിക്കൂർ അല്ലേ, 11 മണിക്കൂർ എടുത്താണ് ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. നിസ്സാര കാര്യമല്ല. ഇത് മാത്രമല്ല, ഇത് ഈ രൂപത്തിൽ തന്നെയാണ് ഇദ്ദേഹം പുറത്തിറങ്ങി നടക്കുന്നതും ഓട്ടോ ഓടിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഇതുവഴി ആരാധകരെ കൂടുതൽ കൂട്ടാമെന്നൊക്കെ പറയുന്ന ചില തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ ഷാജി ഇടയ്ക്ക് സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ വീഴാത്തവരുമുണ്ട്. എന്തായാലും സ്പെയിൻ ഇത്തവണ ഒരു വലിയ എതിരാളിയായി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് അർജൻറ്റീന കപ്പ് നിലനിർത്തുമോ അതോ സ്പെയിൻ കൊണ്ടുപോകുമെന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഷാജി, ഇങ്ങനെ ഒരു ഈ ആരാധന മൂത്ത് ഭ്രാന്തായതാണോ ഇത്? നമ്മൾ അർജൻറ്റീന ഫാനാണ്, മെസ്സിയുടെ കട്ടാരാധകനുമാണ്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി, മാക്സിനായിട്ട് സംസാരിച്ച് അവിടെ പോയി കഴിഞ്ഞ പ്രാവശ്യം കളർ ചെയ്യുകയുണ്ടായി. അർജൻറ്റീനയുടെ പതാകയുടെ കളർ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം അതേ കണക്ക് നമ്മൾ കളർ ചെയ്യുകയാണ്. കപ്പ് നമ്മൾ തന്നെ എടുത്തിരിക്കും, അർജൻറ്റീന കപ്പ് എടുത്തിരിക്കും, മാറ്റമൊന്നുമില്ല, അടിച്ചിരിക്കും. പക്ഷേ നമ്മൾ എതിരാളി നിസ്സാരനല്ല, സ്പെയിനാണ്. അവരും പഴയ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാ. അല്ല, മെസ്സിയുണ്ട്, മെസ്സിയുടെ പിന്നെ നമ്മൾ പേടിക്കണ്ട, മെസ്സി നമ്മുടെ മെസ്സിയായിരിക്കും. അങ്ങനെ കളിയല്ലേ, നമുക്ക് എപ്പോഴായാലും ഇതൊരു എതിരാളി എന്ന് പറയുന്നത് ശക്തമായിരിക്കുമ്പോൾ അങ്ങനെ കയറി അങ്ങ് ഒരു ആ പ്രവചനമൊക്കെ സാധ്യമാണോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാണ്ട് 40 മണിക്കൂറിനാകുമ്പോൾ വെച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഇതിൽ ഇക്കുറി കഴിഞ്ഞ വട്ടം ഈ ഫെർണാണ്ടോ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു വലിയ എല്ലാം പാസിങ്ങിലാണ്, മെസ്സിയുടെ പാസിലാണ് അവർക്ക് അത് കിട്ടിയത്. ബോൾ കട്ടായി കേട്ടോ. അപ്പോൾ ഇതിലാണ് അത് രക്ഷപ്പെട്ടത്. ശരിക്കും മെസ്സി തന്നെയായിരുന്നു അപ്പോഴും രക്ഷകനായി തീർന്നത്. മെസ്സി തന്നെ രക്ഷകനായിട്ട് തീരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2 വിജയകരമായ ഫുട്ബോൾ പൂർത്തീകരിക്കാൻ 2 മിഷിഹായെ തന്ന രാജ്യമാണ് അർജൻറ്റീന. ഇത്തവണ ആ പ്രതീക്ഷയുണ്ട്, നമുക്കുണ്ട്. പ്രതീക്ഷ ഉണ്ടെന്നല്ല, കപ്പ് നമ്മൾ എടുത്തിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇത് അടിച്ചു നടക്കുമ്പോഴേ കുടുംബത്തിലും സുഹൃത്തുക്കളൊക്കെ എന്താ പറയാറ്? സുഹൃത്തുക്കൾ ഒന്നും പറയാനില്ല. കുടുംബത്തിൽ വൈഫിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി എൻ്റെ കൂടെ ഒരാളെ നടക്കാം, അല്ല പിള്ളേർക്കൊന്നും കുഴപ്പമില്ല. വൈഫിന് ബുദ്ധിമുട്ടാണ്. കൂടെ വരുമ്പോൾ നാണക്കേട്, കൂടെ വരുമ്പോൾ ഓട്ടം പോകുമ്പോഴൊക്കെ സെൽഫി എടുക്കും, വഴി നിർത്തിയ പിള്ളേരൊക്കെ സെൽഫി എടുപ്പല്ലേ. അപ്പോൾ വൈഫിൻ്റെ നാണക്കേണ്ടല്ല, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? സണ്ണി ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും? ഞാൻ ചെയ്ത് കണ്ട് ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ വന്ന് പോർച്ചുഗലിൻ്റെ അടിച്ചായിരുന്നു. അവൻ പോർച്ചുഗൽ പുറത്താകെ അത് ബ്ലാക്ക് അടിച്ച് മാറി. ഇവിടെ തന്നെ വന്ന് ചെയ്തതാണത്. അപ്പോൾ ഇത് തുടരും അല്ലേ? കഴിയുന്നിടത്തോളം കാലം ഈ അർജന്റീന, ഞാൻ പറയുന്നത് ഈ മെസ്സി ഈ ഒരു കപ്പോട് കഴിഞ്ഞാൽ മെസ്സിയുടെ ഇത് കഴിയാണ്, മെസ്സി വിരമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അർജന്റീന എങ്ങനെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുക? മെസ്സി വിരമിക്കുന്നുള്ള ഞാനും ഇതൊക്കെ നിർത്താമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മെസ്സി ഫാൻ ആയതുകൊണ്ടാണ്, അർജന്റീന ഫാൻ എന്ന് പറയാൻ കഴിയില്ല. അർജന്റീന ഫാൻ കൂടിയാണ്, പക്ഷേ മെസ്സിയുടെയാണ് ഏറ്റവും അടുത്ത മെസ്സിയുടെ ഫാനാണ്. സിന്ധൂരി, ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ മാക്സനും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ സഹപ്രവർത്തകർ, ഇവരൊരു വലിയ ടീമാണ്. ഈ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഷാജിയെ വെച്ചുകൊണ്ട് ഇതുപോലെ ഈ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ഇവരിതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മാക്സൺ, ഇത് വലിയൊരു സമാനമായ ഒരു ജോലിയാണ്. അർജന്റീനയുടെ താടി കളറിങ്, ഈ കളർ ഇപ്രാവശ്യം 11 മണിക്കൂറോളം എടുത്താണ് സർവീസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം താടി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം താടിയുടെ കുറച്ച് മുടി, തലമുടിയുടെ സണ്ണിയുടെ ആവശ്യപ്രകാരം തലമുടി പുറകിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണണം, ഞാനാണ് നിൽക്കുന്നതെന്ന് കാണണം. അതുകൊണ്ട് തലയുടെ പുറവശവും താടിയോടാണ് ചെയ്തത്. 11 മണിക്കൂറിലധികം ആണ് ചെയ്തത്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമോ അതോ ബ്ലാക്ക് കളർ അടിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നമ്മുടെ തനതായിട്ടുള്ള കളറായ ബ്ലാക്ക് കളറിലേക്ക് താടി. മാക്സിമം അർജന്റീന ഫാനാണോ? ഞാൻ അർജന്റീന ഫാനല്ല, മെസ്സിയുടെ നന്നായി പന്ത് കളിക്കുന്ന മെസ്സിയുടെ ആരാധകനാണ്. അർജന്റീന ഫാനല്ല. എൻ്റെ ഇഷ്ട ടീം ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ക്വാളിഫൈ പോലും ചെയ്തിട്ടില്ല. ഇറ്റലിയാണ് എൻ്റെ ഇഷ്ട ടീം.
അല്ല, ഈ ഇറ്റലിക്കാർ തന്നെയാണ് ശരിക്കും അർജന്റീന എന്ന് പറയുന്നത്. അവർ കുടിയേറിയതാണ്. പഴയ ഇറ്റലിക്കാരാണ് അർജന്റീനയിലുള്ള ബഹുഭൂരിപക്ഷം അവിടുത്തെ ജനത. സ്പാനിഷാണ് അർജന്റീനയുടെ ഭാഷ. സ്പെയിൻ്റെ രാജ്യമായിരുന്നു, സ്പെയിൻ്റെ അധീനതയിലുള്ള രാജ്യമായിരുന്നു അർജന്റീന, ഇറ്റലി അല്ല. സിന്ധൂരി, ഇത് ഷാജിയെടുത്ത് അവസാനമായിട്ട്, ഷാജി ഇപ്പോൾ ഈ ഇത്തവണ നിങ്ങൾ എത്ര ഗോൾ അടിക്കും, അങ്ങനെ ഒരു പ്രവചനത്തിന് തയ്യാറാവുന്നുണ്ടോ? നമ്മൾ 3 ലോകകപ്പ് നേടിയിട്ടുണ്ട്, കോപ്പ അമേരിക്ക കിരീടങ്ങളും കുറേ നേടിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ 3 ഗോളിൽ പുറത്തടിച്ചിരിക്കും. 3 ഗോളാണ് ഞങ്ങളുടെ ഫാൻ. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. 3 ഗോളോടുകൂടി 3 ഗോൾ വെച്ച് ജയിക്കും. സ്പെയിൻ ഗോൾ അടിക്കുന്ന പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പെയിൻ 1 ഗോളോ 2 ഗോളോ അടിച്ചിരിക്കും, എന്നാലും നമ്മൾ ജയിച്ചിരിക്കും, മാറ്റമൊന്നുമില്ല.